അൽ മദീനത്തു നീതേണ്ടങ്ങളെ ഇവിടെയാണ് ഇപ്പൊ നമ്മള് മസ്ജിദ് നബവിയൊക്കെ നിൽക്കണില്ലേ, റസൂലുള്ളാഹിന്റെ പള്ളി നിൽക്കണില്ലേ, ആ ഭാഗമാണെന്ന് മദീന സിറ്റി. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളും സഹാബത്ത് എത്ര ആൾക്കാരുണ്ട് പുറപ്പെടുമ്പോ? 1000-ഓളം ആളുകളുണ്ട്. 1000 ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 1000 ആളുകള് എത്രക്കാരെ പോലെ ഇസ്ലാമിലെ അവരെ പ്രായങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് ഇസ്ലാമിൽ എത്ര പ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വയസ്സ് തന്നെ 47 വയസ്സ് ഇസ്ലാമിലുണ്ട്. കാരണം എൻ്റെ ഉമ്മയും മാപ്പി മുസ്ലിം ആയതുകൊണ്ട്, ഞാൻ ജനിച്ചതന്നെ മുസ്ലിം ആയതുകൊണ്ടാണ് അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതേസമയം ഈ 1000 ആളുകളിൽ ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ടാവും, ഇനി ഞാൻ വന്നവരുണ്ടാവും, ഇന്ന് വന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ 1000-ഓളം ആളുകളെ കൂട്ടിങ്ങനെ വരികയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു കുശു സംഭാഷണം നടന്നു. റുജൂഉൽ മുനാഫിഖീൻ കണ്ടില്ലേ, മുനാഫിഖീങ്ങൾ 300 ആൾക്കാരെ കാലുമാറി. അവസാനം ഉള്ളത് എത്ര ആൾക്കാരാണ്? ഖുറൂജുൽ മുസ്ലിമീൻ 700 ആൾക്കാരാണ്. എല്ലാ സ്ഥലത്തിന്റെ പേരാണ് ഷെയ്ഖൈൻ എന്ന് പറഞ്ഞ ഒരു മസ്ജിദ് ഉണ്ട്. ഇപ്പോൾ അവിടെ നമ്മളിങ്ങനെ മദീനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിലാണിത്. അവിടെ ജബലുർ റുമാത്ത് കണ്ടങ്ങള്, ജബൽ ഇത് വലിയൊരു മല ഉണ്ടല്ലേ, ഈ കാണുന്ന മലയാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ, 8 കിലോമീറ്റർ ദൂരമാണ്. ഏകദേശം ഒരു വളഞ്ഞൊരു നമ്മളെ ഇടുക്കി ഡാമില്ലേ, ആർച്ച് ഡാം, അതുപോലെയാണ് ഇതിന്റെ ഈ ഭാഗം. ഇങ്ങനെ കണ്ട ചെറിയൊരു വളവില്ലേ, ആ ഭാഗത്ത് ഇങ്ങനെ 700 ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാൻ പറ്റും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബേക്ക് ഭാഗം സുരക്ഷിതമാണ്, അങ്ങനെയാണ് ഇവിടെ 70 ആൾക്കാരെ നിർത്തുന്നത്. അവിടെ ഒരു കുന്നുണ്ട്, അതാണ് ജബൽ റുമാത്തറാണ്. ആ കുന്നിന്റെ മറവിലൂടെ ശത്രുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ അവരെ നേരിടാൻ വേണ്ടി 50 ആൾക്കാരെ, അമ്പ് ചെയ്യാൻ കഴിയുന്ന 50 ആൾക്കാരെ അതിന്റെ മുകളിൽ നിർത്തിയിരുന്നു. ഒക്കെ ഞാൻ ബസ്സിന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഇറങ്ങിപ്പോന്നപ്പോഴാണ് ചെറിയ ഒരു പ്രയാസം ഉണ്ടായത്. ആ ഇടയ്ക്കുള്ള യുദ്ധത്തിൽ 70 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ 70 ആളുകൾ ഷഹീദായി കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മദീനന്റെ ഭൂപ്രകൃതി നോക്കിങ്ങൾ, മദീന ഇസ്ലാമിന് സംരക്ഷണം. ഒരു ഭാഗം മുഴുവൻ ഉഹുദ് മലയാണ്, അതുകൊണ്ട് ഈ ഭാഗം പേടിച്ചല്ല. ആ ഭാഗത്ത് ഹർറത്തുൽ വബറ കണ്ട, ഹർറത്തുൽ വബറ എന്നാൽ ഒരു സൈസ് ഈ എന്താണ് ലാവ എന്നറിയാം, ലാവ ഒഴുകിക്കാണ്ട് പഴയ കാലത്ത് അതിങ്ങനെ ഉറച്ച് കുതിരകൾക്കും ഒട്ടകങ്ങൾക്കൊന്നും പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയാത്ത ആ ഭാഗം സുരക്ഷിതമാണ്. ഈ ഭാഗത്ത് ഈന്തപ്പന തോട്ടങ്ങളാണ്. മദീനത്തേക്ക് ഒരു വഴി ഈ ഭാഗം മാത്രമാണ് ശത്രുക്കൾക്ക് മക്കത്തുനിന്ന് വരാൻ പറ്റിയ, സൈന്യത്തിന് വരാൻ പറ്റിയ വഴി. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കഴിച്ചു എന്ന് പറഞ്ഞു. ചില ആൾക്കാർ അറിയും മദീനന്റെ ചുറ്റും എങ്ങനെ മദീനന്റെ ചുറ്റും കിടങ്ങ് കഴിക്കാൻ കഴിയൂല. അപ്പോൾ ഉഹുദ് മലയുടെ ഈ ഭാഗം മുതൽ ഖന്തഖ് മല കണ്ടില്ല നമ്മള്, ആ ഭാഗം വരെ ഈ പ്രവേശന കവാടത്തിലാണ് എന്ത് കുഴിച്ചത്? ഖന്തഖ് കുഴിച്ചത്, കിടങ്ങ് കുഴിച്ചത്. ഷഹീദായി കിടക്കുന്ന 70 ആളുകളെ അതിന്റെ ഇടയിൽ കണ്ടങ്ങള് ചിലതാണ്. ഖാലിദ് ബിൻ വലീദിന്റെ പടയോട്ടം കണ്ടോ? ഖാലിദ് ബിൻ വലീദ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ശത്രുപക്ഷത്താണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം സൈഫുള്ള, അള്ളാഹുവിന്റെ വാൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഖാലിദ് ബിൻ വലീദ് ഒരു കുഴിയിൽ ഇങ്ങനെ പതുങ്ങി കിടക്കുകയായിരുന്നു. അദ്ദേഹമാണ് ആ ആശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ കുന്നിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അമ്പെയ്ത്തുകാരുടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചു. അദ്ദേഹം പങ്കെടുത്ത ഒരു പക്ഷം പരാജയപ്പെടാം. അത്രക്കും യുദ്ധതന്ത്രജ്ഞനായി. നമ്മൾ മെസ്സിനെ കുറിച്ചൊക്കെ തമാശക്ക് പറയില്ലേ, മെസ്സി പങ്കെടുത്ത ടീം തോൽക്കൂല, ഖാലിദ് ബിൻ വലീദ് പങ്കെടുത്ത ടീം തോൽക്കൂല. ഖാലിദ് ബിൻ വലീദ് എഴുന്നേറ്റ് നോക്കുമ്പോൾ കുന്നിൽ ആളെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. വിഭജിച്ചു പോയ ശത്രുക്കളെ മുഴുവൻ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയപ്പോഴാണ് ഇടയ്ക്ക് മുസ്ലിമീങ്ങൾക്ക് എന്തുണ്ടായത്, ഒരു പ്രയാസം ഉണ്ടായത്. ആദ്യത്തിലും അവസാനത്തിലും മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് വിജയം ഉണ്ടായത്. യുദ്ധത്തിൽ വിജയാർക്ക് തന്നെയാണ് മുസ്ലിങ്ങൾക്ക്. വരും.